ഇന്ത്യ സിംബാബ്വെ അഞ്ചാം T20 ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ന് ഇന്ത്യ കളി ജയിക്കാൻ കാരണം അത് സഞ്ജുവാണ്. ഇന്ത്യയുടെ വിക്കറ്റുകൾ പോയപ്പോൾ സഞ്ജുവാണ് ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചത്. സഞ്ജുവിന്റെ ഇന്നിംഗ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ കളി തോറ്റേനെ. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സിംബാബ്വെ അഞ്ചാം T20 കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. ഇന്ത്യക്ക് ഇന്ന് മോശം തുടക്കമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഗില്ലും ജയ്സ്വാളുമാണ് ഓപ്പണിംഗിൽ കളിച്ചത്. ആദ്യ ഓവറിൽ തന്നെ ജയ്സ്വാൾ ഔട്ടായി മടങ്ങി. ഇത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. 12 റൺസ് മാത്രമാണ് ജയ്സ്വാൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന അഭിഷേക് ശർമ്മ വന്നതും പോയതും വേഗത്തിലായിരുന്നു. 14 റൺസ് മാത്രമാണ് അഭിഷേക് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഗില്ലും പെട്ടെന്ന് ഔട്ടായപ്പോൾ ഇന്ത്യ ശരിക്കും ഒന്ന് അടിപതറി. 3 വിക്കറ്റാണ് പെട്ടെന്ന് ഇന്ത്യയുടെ പോയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് സഞ്ജു ക്രീസിലേക്ക് വരുന്നത്. സഞ്ജു ഇന്ന് 4ാം നമ്പറിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജു കൃത്യതയാർന്ന ഇന്നിംഗ്സ് ആണെന്ന് കാഴ്ചവെച്ചത്. സിക്സറുകൾ ഫോറുകളുമായി സഞ്ജു കളം നിറഞ്ഞു കളിച്ചു. സിംബാബ്വെ ശരിക്കും നാണം കെട്ടു. 45 ബോളിൽ നിന്ന് 58 റൺസ് സഞ്ജു അടിച്ചുകൂട്ടി. 4 സിക്സും 1 ഫോറും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. സിംബാബ്വെ സീരീസിൽ ആദ്യമായിട്ടാണ് സഞ്ജുവിനെ കളിക്കാൻ ഒരു അവസരം കിട്ടിയത്. അത് സഞ്ജു കൃത്യമായിട്ട് ഉപയോഗിച്ചു. പിന്നീട് അവസാനം ശിവൻ ദുബെയും അടിച്ചു കളിച്ചു. ഇതോടുകൂടി ഇന്ത്യക്ക് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ചെറിയൊരു സ്കോറായിരുന്നു. പിന്നീട് സിംബാബ്വെ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ സിംബാബ്വെ പിന്നീട് കൃത്യതയാർന്ന ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 10 ഓവറിൽ ഇന്ത്യയെ പോലെ തന്നെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 70 റൺസ് സിംബാബ്വെ എടുത്തിട്ടുണ്ടായിരുന്നു. കളി ഇന്ത്യയുടെ കൈവിട്ടു പോകുമെന്ന് തോന്നിച്ചുവെങ്കിലും പിന്നീട് ഇന്ത്യ വിക്കറ്റ് നേടി കളി തിരിച്ചു പിടിച്ചു. അങ്ങനെ അഞ്ചാം T20 ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. 4-1 സിംബാബ്വെ പരമ്പര ഇന്ത്യ നേടി. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിന്റെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.